പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. 2020 ഒക്ടോബർ 17 കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ആയിഷ എസ്. 2020 നീറ്റ് എക്സാം മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ കേരളത്തിലെ ടോപ്പർ 720 മാർക്കിൽ 710 മാർക്ക് നേടിക്കൊണ്ടാണ് ആയിഷ എസ് കേരളത്തിലെ ടോപ്പറായതും ഓൾ ഇന്ത്യയിൽ 12th റാങ്ക് നേടിയതും. ഇന്ന് ഈ കുട്ടി ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ഹാർഡ് വർക്കാണ്. ഏതാണ്ട് 15 hours ഈ കുട്ടി ഒരു ദിവസം ചിലവഴിച്ചത് പഠിക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും കോമ്പറ്റേറ്റീവ് എക്സാമിന് UPSC ആയിക്കോട്ടെ PSC ആയിക്കോട്ടെ ഒരു ദിവസം നമ്മൾ മാക്സിമം സമയം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ടോപ്പ് ലെവലിൽ എത്താൻ സാധിക്കും. നമുക്ക് എക്സാം സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഓരോ ദിവസം നമ്മൾ സമയം കണ്ടെത്തണം. ഇവിടെ ഈ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് ഏജൻസീസ് won the minimum qualification score in the evaluation of technical bid for the rehabilitation of ബ്രഹ്മപുരം ഡംപിംഗ് യാർഡ്? ബ്രഹ്മപുരം ഡംപിംഗ് യാർഡിൻ്റെ പുനരധിവാസത്തിനുള്ള സാങ്കേതിക ബിഡ് വിലയിരുത്തുന്നതിൽ ഏറ്റവും കുറഞ്ഞ യോഗ്യതാ സ്കോർ നേടിയ ഏജൻസികൾ ഏതാണ്? ദി കൺസോർട്ടിയം ഓഫ് സോണ്ട ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, ബേർ, GmbH ജർമ്മനി. ഈ രണ്ട് ഏജൻസികളാണ് ഈ ലേലത്തിൽ ഏതാണ്ട് 1,00,000 ക്യൂബിക് മീറ്റർ ഓൾ വേസ്റ്റ് ബ്രഹ്മപുരം യാർഡിലുള്ളത് നീക്കുന്നതിന് വേണ്ടി ഉള്ള ബിഡ് ലഭിച്ചത്. Who scored topper in the National Eligibility cum Entrance Test NEET 2020 from Kerala? കേരളത്തിൽ നിന്ന് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് 2020 ആരാണ് ഏറ്റവും മുന്നിൽ എത്തിയത്? ആയിഷ എസ്. കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ആയിഷ എസ് ആണ് കേരളത്തിലെ നീറ്റ് എക്സാമിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയത്. ഓൾ ഇന്ത്യ റാങ്കിൽ 12th റാങ്കാണ്. 720 710 മാർക്ക് നേടിക്കൊണ്ടാണ് ആയിഷ 12th റാങ്ക് എത്തിയത്. OBC കാറ്റഗറിയിൽ ഈ കുട്ടിക്ക് 2ാം റാങ്ക് ഉണ്ട്. ആസ് പെർ ദി ടൈ ബ്രേക്ക് പോളിസി ഓഫ് ദി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഹൂ ബിക്കെയിം ദി ടോപ്പ് സ്കോറർ ഇൻ നീറ്റ് 2020? നീറ്റ് 2020 ടോപ്പ് സ്കോററായി മാറിയ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ടൈ ബ്രേക്ക് പോളിസി പ്രകാരം ഏത് കുട്ടിയാണ് ടോപ്പ് ലെവലിലെത്തിയത്? സോയിബ് അഫ്താബ്. ആകാംക്ഷ സിംഗ് ഓഫ് ഡൽഹിയും സോയിബ് അഫ്താബും തമ്മിൽ 720 മാർക്ക് രണ്ടുപേരും നേടി. ഇതിൽ സോയിബ് അഫ്താബ് ടോപ്പ് റാങ്കിലെത്തി. അത് നീറ്റിൻ്റെ പോളിസി പ്രകാരം. നീറ്റിൽ 4 പോളിസീസ് ഉണ്ട്. 2 കുട്ടികൾ ഫുൾ മാർക്ക് നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോളിസി പ്രകാരം ബയോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയാൾക്ക് റാങ്ക് മുന്നിലേക്ക് വരും. ഇനി അവിടെയും ഈക്വലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ നോക്കുന്നത് കെമിസ്ട്രിയിലേക്കാണ്. കെമിസ്ട്രി മാർക്ക് ആർക്കാണ് കൂടുതൽ അവരായിരിക്കും ടോപ്പർ വരുന്നത്. ഇനി അവിടെയും ഈക്വലാണെങ്കിൽ മൂന്നാമത്തത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നോക്കും. അവിടെയും ഈക്വലാണെങ്കിൽ നാലാമത്തത് വയസ്സിൽ ആരാണ് മൂത്തത് അവരായിരിക്കുള്ളൂ ടോപ്പർ ആവുന്നത്. ഇവിടെ സോയിബ് അഫ്താബ് ആണ് ആകാംക്ഷ സിംഗ് ഡൽഹിയിലെ കുട്ടിയുമായിട്ട് നോക്കുമ്പോൾ വയസ്സിൽ മൂത്തത്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് നീറ്റ് 2020 ആയത്. 147 മാർക്കാണ് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് മാർക്ക്. സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ കാറ്റഗറിയിൽ 129 മാർക്ക് കട്ട് ഓഫ് മാർക്ക് വന്നപ്പോൾ റിസർച്ച് കാറ്റഗറീസിൽ 113. ഈ വർഷം ഏതാണ്ട് 13 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ എക്സാം എഴുതിയിരുന്നു. 7 ലക്ഷത്തോളം കുട്ടികൾ എക്സാം ക്ലിയർ ചെയ്തു. അതിൽ ത്രിപുര സ്റ്റേറ്റാണ് ടോപ്പ് റാങ്കിലെത്തിയത്. ഏതാണ്ട് 88,000+ കുട്ടികൾ ത്രിപുരയിൽ നിന്ന്, ആ ചെറിയ സംസ്ഥാനത്ത് നിന്ന് നീറ്റ് എക്സാം പാസ്സാകാൻ സാധിച്ചു. രണ്ടാമത് മഹാരാഷ്ട്ര. ആസ് പെർ ദി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2020, വേർ ഡസ് ഇന്ത്യ സ്റ്റാൻഡ് ഇൻ വേസ്റ്റഡ് ചിൽഡ്രൻ അണ്ടർ 5 years ഇൻ ദി വേൾഡ്? ആഗോള പട്ടിണി സൂചിക 2020 അനുസരിച്ച് ലോകത്ത് 5 വയസ്സിന് താഴെയുള്ള വേസ്റ്റഡ് ചിൽഡ്രൻ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്?
ഇന്ത്യ റാങ്ക്സ് 94 ഔട്ട് ഓഫ് 107 കൺട്രീസ്. 107 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 94. വേസ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഹൈറ്റ് പ്രകാരം വെയിറ്റ് വളരെ കുറവും, കാരണം ന്യൂട്രീഷൻസിൻ്റെ കുറവ് കൊണ്ടാണ് ഹൈറ്റ് പ്രകാരം വെയിറ്റ് വളരെ കുറവും. അതല്ലെങ്കിൽ ഏജ് അനുസരിച്ച് നോക്കുമ്പോൾ ന്യൂട്രീഷൻസിൻ്റെ കുറവുണ്ട്. അത്ര വളർച്ച എത്താത്ത കുട്ടികളും ഈ കുട്ടികളാണ് വേസ്റ്റഡ് ചിൽഡ്രൻ എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് വേൾഡ് വൈഡ് ആൻഡ് വെൽ ഹങ്കർ ലൈഫ് എന്ന ഒരു സംഘടനയുടെ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 107 രാജ്യങ്ങളിൽ 94, പാകിസ്ഥാൻ 88 ഇപ്പോൾ, ബംഗ്ലാദേശ് 75. What is the strike range of the Prithvi 2 ballistic missile test fired on 16th October 2020? 2020 ഒക്ടോബർ 16 പരീക്ഷിച്ച പൃഥ്വി 2 ബാലിസ്റ്റിക് മിസൈലിൻ്റെ സ്ട്രൈക്ക് റേഞ്ച് എത്രയാണ്? ഓവർ 250 കിലോമീറ്റർ. 2020 ഒക്ടോബർ 16 ബാലസോർ റേഞ്ചിൽ നിന്നാണ് ഈ പരീക്ഷണം നടത്തിയത്. പൃഥ്വിയുടെ റേഞ്ച് ഏതാണ്ട് 250 കിലോമീറ്റർ മുകളിലാണ്. ഹൂ ഈസ് ദ ന്യൂലി ഇലക്റ്റഡ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചീഫ് ഫോർ 2020-21? 2020-21 പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചീഫ് ആരാണ്? രാജ് കിരൺ രാജ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MDയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള രാജ് കിരൺ രാജാണ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ പുതിയ ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ദിനേശ് കുമാർ ഖാര. ഇൻ വിച്ച് പെനിൻസുല ദി റഷ്യൻ കാസ്പിയൻ വാർ ഗെയിംസ് കിക്ക്ഡ് ഓഫ് ഓൺ 16th October 2020? ഏത് ഉപദ്വീപിലാണ് റഷ്യൻ കാസ്പിയൻ വാർ ഗെയിംസ് ആരംഭിച്ചത്? അപ്ഷറോൺ പെനിൻസുല. ഏതാണ്ട് 6 യുദ്ധക്കപ്പലുകൾ, 7 പ്ലെയിൻസ്, 400 ട്രൂപ്സ് ആണ് നേവിയുടെ ഈ എക്സസൈസിൽ പങ്കെടുക്കുന്നത്. അപ്ഷറോൺ പെനിൻസുല ഉപദ്വീപ് അസർബൈജാനിലാണ്. അസർബൈജാൻ്റെ ഏറ്റവും അടുത്ത സിറ്റിയാണ് ബാക്കു. ഇവിടെയാണ് ഈ എക്സസൈസ് നടക്കാൻ പോകുന്നത്. അസർബൈജാൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ബാക്കു. ഹൂ ബിക്കെയിം ദ ആക്ടിംഗ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് on 16th October 2020 in the wake of the president's resignation in Kyrgyzstan? കിർഗിസ്ഥാനിലെ രാഷ്ട്രപതി രാജിവെച്ചതിനെ തുടർന്ന് 2020 ഒക്ടോബർ 16 ആരാണ് ആക്ടിംഗ് രാഷ്ട്രത്തലവനായിട്ട് ചുമതല ഏറ്റെടുത്തത്? സാദർ ഷാപ്പറോവ്. പ്രസിഡന്റ് സൊറോൺഭായ് ജീവൻ ബെക്കോവ് രാജിവെച്ചതിനെ തുടർന്ന് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സാദർ ഷാപ്പറോവ് ആണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാപിറ്റൽ ബിഷ്കേക്ക്. ഇതിൻ്റെ കറൻസി ആണെങ്കിൽ കിർഗിസ്ഥാനി സോം. കസഖ്സ്ഥാൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും തൊട്ടടുത്തുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. ഹൂ ഈസ് ഗോയിങ് ടു ലീഡ് ദി ഏഷ്യൻ ഓൺലൈൻ നേഷൻസ് കപ്പ് 2020 മെൻസ് ടീം ഓഫ് ഇന്ത്യ? ഏഷ്യൻ ഓൺലൈൻ നേഷൻസ് കപ്പ് 2020 മെൻസ് ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ സൂര്യശേഖർ ഗാംഗുലി. ഇദ്ദേഹമാണ് ഏഷ്യൻ ഓൺലൈൻ ചെസ് ടൂർണമെൻറ്റ് 2020 ലീഡ് ചെയ്യാൻ പോകുന്ന വ്യക്തി. വിമൻസിലാണെങ്കിൽ മേരി ആൻ ഗോമസ്. ഈ ടൂർണമെൻറ്റ് 2020 ഒക്ടോബർ 17 ആരംഭിക്കും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നാളെ നമുക്ക് വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.